വിശദമായ വാർത്തകളിലേക്ക്. പാനൂർ സ്ഫോടനത്തിൽ പ്രതികളായവർക്ക് പാർട്ടി ബന്ധമില്ലെന്ന സിപിഎം വാദം പൊളിയുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ് മരിച്ച ഷെറിലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി സിപിഐഎം ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ. ബന്ധുക്കളായ പാർട്ടി നേതാക്കളാണ് വീട്ടിലെത്തിയതെന്ന സിപിഐഎം. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പരിക്കേറ്റ വിനീഷിന്റെ അച്ഛൻ നാണു പറഞ്ഞു. കേസിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകനുമാണ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത്. ബോംബ് നിർമ്മാണവുമായി ബന്ധമില്ലെന്ന സിപിഎം വാദം ശരിയല്ലെന്ന് തെളിയിക്കുന്നതാണ് സംഭവം. കുടുംബവുമായി ബന്ധമുള്ളതിനാലാണ് വീട്ടിലെത്തിയതെന്ന എ അശോകന്റെ വിശദീകരണം. ഞാനവിടെ വ്യക്തിപരമായിട്ടാണ് പോയിട്ടുള്ളത്. ആ ബന്ധുക്കളല്ല, എനിക്ക് പരിചയമുള്ള ആളുകളാണ്. ബന്ധുക്കൾ മരിച്ചാൽ പോകുന്നതിന് പാർട്ടി വിലക്കില്ലെന്ന് സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ. ആ മരിച്ച വീട്ടിൽ അവിടുത്തെ കൂത്തുപറമ്പ് MLA KP മോഹനൻ അദ്ദേഹം ഇന്നലെ പോവുകയുണ്ടായി. അങ്ങനെ ആരെയും ഞങ്ങൾ വിലക്കിയിട്ടില്ല. അവരുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു മഹാ അപരാധമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പാർട്ടിക്ക് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ അച്ഛൻ നാണു. മുളിയാത്തോട് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് നാണു. കൂത്തുപറമ്പ് MLA KP മോഹനനും മരിച്ച ഷെറിലിന്റെ വീട്ടിലെത്തിയിരുന്നു. കേസിൽ 2 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. ബോംബ് ശേഖരം മാറ്റാൻ സഹായിച്ച അമൽ ബാബുവും പരിക്കേറ്റ വിനീഷിന്റെ സുഹൃത്തും മിഥുനുമാണ് അറസ്റ്റിലായത്. ഒളിവിൽ കഴിയുന്ന 2 പേർക്കുള്ള തിരച്ചിലും ശക്തം. ബോംബ് നിർമ്മാണത്തിന് സാധ്യതയുള്ള കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തി. റിപ്പോർട്ടർ, കണ്ണൂർ.